ഒരു പക്ക മാസ് ആക്ഷൻ എന്റർടൈനർ ആയിരുന്നു സൂര്യ സാറ്റർഡേ. ഈ സിനിമ തിയേറ്റർ റിലീസായ സമയത്ത് ഇത് കാണാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. പക്ഷേ പലയിടത്തും ഷോർട്ട് ടൈമുകളും അതുപോലെ പോവാൻ പറ്റാത്ത ചില അസൗകര്യങ്ങളും കാരണം അന്ന് കാണാൻ പറ്റിയിരുന്നില്ല. എൻ്റെ OTTയിൽ കണ്ടപ്പോൾ ശരിക്കും മിസ്സായി പോയ ഈ ഒരു വർഷം മിസ്സായി പോയ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നി. ആൻഡ് ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയേണ്ടത് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ആണ്. അത് കിടിലനായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ശിവതാണ്ഡവം എന്ന് പറയുന്ന ആ ബീറ്റുകളൊക്കെ കൊണ്ട് വെച്ചിട്ടുള്ള ആ ഒരു പ്ലേസിംഗ് ഒക്കെ എസ്പെഷ്യലി ആ ഒരു ഇന്റർവെൽ പോർഷനിലൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. കാരണം പടത്തിന്റെ ആ ഒരു മൂഡ് നിലനിർത്താനായിട്ട് ഇതിൽ അതിന്റെ BGM നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ പറയേണ്ടത് ഈ സിനിമയിലത്തെ SJ സൂര്യയുടെ ക്യാരക്ടറാണ്. ഹി നെയിൽഡ് ഇറ്റ് അഗെയിൻ. കാരണം ആസ് യൂഷ്വൽ നമുക്കറിയാം മൂപ്പരുടെ ഒരു റോൾ കൊടുത്താൽ മൂപ്പരത് എങ്ങനെയാണ് സ്കോർ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഈ പടത്തിൽ അതെ കിട്ടിയ റോളിന് എന്താണോ കൊടുക്കേണ്ടത് അദ്ദേഹം അത് മാക്സിമം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് SJ സൂര്യയുടെ ക്യാരക്ടറും നാനിയും ഒക്കെ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റത്തെ ആ ഒരു മീറ്റ് അതെങ്ങനെയാണ് എവിടെയാണെന്നുള്ളത് ആ സ്റ്റോറിക്ക് അനുസരിച്ച് നല്ല രീതിയിലുള്ള റൈറ്റിംഗ് ഒക്കെ അവിടെ കാണാനുണ്ടായിരുന്നു. എൻ്റെ ആളുടെ ഒരു പക്ക സൈക്കോ ക്യാരക്ടറിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് സിനിമ പോയിട്ടുള്ളത്. എന്താണ് സാറ്റർഡേ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോർ പ്ലോട്ട് വരുന്നത്. സൂര്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ആൻഡ് അതെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അവർ പറഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും ഇതൊരു തിയേറ്ററിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ നല്ല ഒരു വൻ ക്രൗഡിന്റെ ഒക്കെ ഒപ്പം ഇരുന്ന് കാണുകയാണെങ്കിൽ അത്യാവശ്യം കൈയടിച്ച് നല്ല എൻജോയ് ചെയ്ത് കാണാനുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ഉണ്ട്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ലൊരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യൽ മാസ് എന്റർടൈനറിനോട് നീതി പുലർത്തുന്ന ഒരു സ്റ്റോറിയും എക്സിക്യൂഷനും ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് വിവേക് ആത്രയാണ് സിനിമയുടെ ഡയറക്ഷൻ ആൻഡ് റൈറ്റർ. അത് അദ്ദേഹം നല്ലൊരു ജോബ് തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത് ആസ് എ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ. ആൻഡ് ആക്ഷൻ കൊറിയോഗ്രഫിയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് നാനി ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രഫീസ് ഒക്കെ നൈസ് ആയിരുന്നു. പ്രത്യേകിച്ച് വീടിന്റെ ഉള്ളിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, നൈസ് സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഒരു പബ്ബിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ്, ഇതൊക്കെ ആ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ്. സോ എന്തായാലും കണ്ടു നോക്കുക. പടം ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക.